പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് കുറേ നാളുകൾക്ക് ശേഷം, കുറേ മാസങ്ങൾക്ക് ശേഷം, 5-6 മാസങ്ങൾക്ക് ശേഷം വന്നിരിക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് സ്റ്റഫ്ഡ് ചപ്പാത്തി. അത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കൂട്ട് വെച്ച് കഴിക്കുന്ന രീതി. പ്രായങ്ങൾക്ക് മാത്രമല്ല വലിയവർക്ക് ഇഷ്ടവും. എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കോഴിമുട്ട വേണമെങ്കിൽ ചേർക്കാം, ചിക്കൻ ചേർക്കാം, പിന്നെ നമുക്ക് എന്തൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും ചേർക്കാം. നമ്മൾ ചിക്കനാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചിക്കൻ കോഴി കണ്ട ഈ എല്ലില്ലാത്തത് ചെറിയ കഷ്ണങ്ങളായിട്ട് കണ്ട ഇത്രയ്ക്ക് പോകുന്നത് ഒരു 200 ഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെന്തോരം വേണമെങ്കിലും എടുക്കാം. ഇതിന് അളവിന് യാതൊരു നിയന്ത്രണമില്ല. എല്ലില്ലാണ്ട് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ശരിയാണ്, ഞാനത് ആലോചിച്ചില്ല. അപ്പോൾ നമ്മൾ ഈ ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിലേക്ക് ഇത്തിരി ഉപ്പ് പൊടി, എന്നിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് നേരം വേണ്ട, ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് പറ്റി ഒരു 10 മിനിറ്റ് നേരം വയ്ക്കുക. അപ്പോൾ നമുക്ക് പിന്നെ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് വേവിക്കണം. അതിനായിട്ട് ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അങ്ങനെ കഷ്ണങ്ങളാക്കിയത് അത് നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് വേവിക്കാൻ പോകും. ഇത് അടുപ്പത്ത് വയ്ക്കുന്നു. ഒരു സ്വല്പം ഉപ്പ് വയ്ക്കുന്നു. മൂടി വയ്ക്കും. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സരിത ചപ്പാത്തി മാവ് കുഴച്ച് ഉരുളകളാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ നമ്മൾ വേവിക്കാൻ പോകണം. വേവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇട്ട് കുറച്ച് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെയുണ്ട് വെള്ളം ഒഴിക്കില്ല, ഇളക്കിയാണ്ട് കൊണ്ട് വേവിക്കും. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ പാത്രം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ. ഒരു സ്വല്പം വെളിച്ചെണ്ണയിലാണ് ഇത് നമ്മൾ ഇതാക്കിയിരിക്കുന്നത്. അതെ, നമ്മുടെ ഈ ചിക്കൻ ഇരിക്കേണ്ടിരുന്നു. ഇത് എല്ലില്ലാത്ത കാരണം പെട്ടെന്ന് അങ്ങോട്ട് ഇരിക്കേണ്ട വേവ് കയറിട്ടാ. ഇളക്കി ഫ്രൈ ആക്കാം. ഇത്തിരി ചെറുതാവും സാധനം, വലിയ പീസുകളാക്കരുത്. അപ്പോൾ ചിക്കൻ അങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ നോക്കിയാൽ ഡ്രസ്സ് ഞാൻ മാറ്റിയിട്ടാ. ഡ്രസ്സ് മാറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കമൻറ്റുകൾ കഴിഞ്ഞാൽ നമ്മുടെ പാചകത്തിൽ മട്ടൻ അതിൽ കുറച്ച് കമൻറ്റുകൾ ഡ്രസ്സൊന്നും മാറ്റാമായിരുന്നു എന്നുള്ള ലെവലിൽ പറഞ്ഞു. അപ്പം ഞാനൊരു കാര്യം, അല്ല നമ്മൾ ഡ്രസ്സ് അതങ്ങനെ വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സൗകര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും എന്തെങ്കിലും ചെയ്യാണെങ്കിലും ഓടി നടക്കാണെങ്കിലും എല്ലാം കൊണ്ട് സൗകര്യമാണ്. അപ്പോൾ നമ്മുടെ ചിക്കനിൽ ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, വെന്തുകൊണ്ടിരിക്കുക. നല്ല കാറ്റ്. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് ഇത് വെന്തുടങ്ങിയിട്ടുണ്ടാവും. ഉരുളക്കിഴങ്ങ് വെന്തു വേണ്ട. അപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഉരുളക്കിഴങ്ങിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് അത് ഊറ്റിയെടുക്കാം. നമ്മുടെ ചിക്കനിൽ നോക്കിയാൽ പാകമായി. നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇതാണ് മാറ്റി വയ്ക്കുക കേട്ടോ. നമ്മളിനി നമ്മുടെ ചിക്കൻ ഉരുളക്കിഴങ്ങ് വെന്തതൊന്ന് ഉടയ്ക്കണം. നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ ചൈനീസ് കടായി എടുത്തു, അതിലാണ് കൂട്ടുണ്ടാക്കുന്നത് കേട്ടോ. തീ കത്തിച്ച് അടുപ്പത്ത് വെച്ചു. ഇത് ഭയങ്കര സുഖമായ പാത്രം ആയതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആള് പെട്ടെന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പോവില്ല. എല്ലാം കൊണ്ടും ഇത് AKP ഇതായിരിക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. തട്ടുകട തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പറ്റിയ പാത്രം ഇട്ടത്. ഇതിലേക്ക് നമ്മൾ സവാളയില്ലേ കൊത്തിയരിഞ്ഞത്
രണ്ടെണ്ണം ഇടണം. 2 സവാള കൊത്തിയരിഞ്ഞിട്ടാ. കണ്ട ഇളക്കാനുള്ള സൗകര്യം. പഠിക്കാനായിട്ട് ഇരുത്തിയേക്കണ കാരണം ഇടയ്ക്കിടയ്ക്ക് കാര്യന്വേഷണം. ജഗ്ഗു ചിക്കൻ എടുത്ത് കൊണ്ടുപോട്ടെ. അതന്നെ, ചിക്കൻ അളവ് കുറയുമ്പോ ചേട്ടനെ സംശയിക്കരുത് എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇത് ചേട്ടൻ പറഞ്ഞത്. സാധാരണ ഞാനാണ് പിറക്കി തിന്നാ. ഇവിടെ ഈ സാധനം കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞാനായിരിക്കും ഈ സാധനം. ഇതിലുണ്ടല്ലോ മുട്ടയില്ലേ, മുട്ട കൊത്തി പൊരിച്ചിട്ട് വെറുതെ ഉപ്പും മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് കൊത്തി പൊരിച്ചിട്ട് ഇതുപോലെ ചേർക്കാട്ടാ ചിക്കന് പകരം. പിന്നെ ഇതില് മല്ലിയില, പുതിനയില, പിന്നെ കുറെ സാധനങ്ങൾ ചേർക്കാം. കോവക്കായ, മുരിങ്ങയില ചേർക്കാം, ചീരല. നമുക്ക് എന്തിട്ടാണ് നമുക്ക് തിന്നാൻ പറ്റിയ സാധനങ്ങൾ വീട്ടിലുള്ളതൊക്കെ ചേർക്കാം. താങ്കൾ അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചേർത്തോണെന്ന്. കാരണം കാരണം അതുപോലുള്ള ഒരു മസാലക്കൂട്ടാണ് ഇതിൻ്റെ. ഏത് സബോള വാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയില്ലേ കുനുകുരുന്ന് അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ കുനുകുരുന്ന് അരിഞ്ഞിട്ടാണ്. വെളുത്തുള്ളി നമ്മൾ ഒരു സ്വല്പം കൂടുതൽ എടുത്തിട്ടുണ്ട്. ചിക്കനാകുമ്പോൾ വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു 3-4 പച്ചമുളക് ഇങ്ങനെ ചെറുതായി അരിഞ്ഞത്. ഇനി വഴക്കണം. ഇവര് വേണം, ഫോർ ദി പീപ്പിളാണ് ഇവര്. ഒരു തട്ടുകട തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പടയ്ക്കാറ് തരുന്ന. തട്ടുകട തുടങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ കൊറോണയ്ക്കൊക്കെ മുൻപ്. മാറട്ടല്ലേ, കൊറോണ മാറിയിട്ട് തുടങ്ങും. നമ്മൾ ഇനി എവിടെ തുടങ്ങാൻ? തൊക്കെ ഉണ്ട് കറക്റ്റ്. പക്ഷെ ഇവിടെ എന്തോരുണ്ടെങ്കിലും ടേസ്റ്റുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് ആൾക്കാർ എത്തി തന്നെ. ജ്യൂസ് വേൾഡ് തട്ടുകട. അങ്ങനെ ഇത് മൂത്തുകൊണ്ടിരിക്കണം കേട്ടാ. നമ്മുടെ ഈ 4 സംഘം മൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇങ്ങനെ കുനുകുരുന്നിന് അരിഞ്ഞത് ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതിരിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം കേട്ടോ. ഏതൊക്കെ വേണമെന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാം. പിന്നെ കാബേജ് കുറച്ച് കൊത്തിരിഞ്ഞത്, നല്ല ഭംഗിയിൽ അരിഞ്ഞാണെങ്കിൽ നല്ലത്. ഇളക്കണം. ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷമേ നമ്മൾ ഒരു കുഞ്ഞൊരു തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കില്ല. അതുകൊണ്ട് തക്കാളി എപ്പിട്ടാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ. ഈ സാധനക്ക് പെട്ടെന്ന് വേവും, ചെറുതായിട്ട് അരിഞ്ഞതല്ല. കാറ്റൊന്നും കഴിക്കുന്നത് അറിയുന്ന പോലും ഇല്ല. ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് അരിഞ്ഞ കാരണം വേവണില് ഒരു ബുദ്ധിമുട്ടില്ല. തട്ടുകട തുടങ്ങുകയാണെങ്കിലേ വിഭവങ്ങൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. നമുക്ക് നമ്മുടെ സാധാരണ തട്ടുകടകളിൽ കാണാത്ത സ്റ്റൈൽ സാധനങ്ങൾ. തട്ടുകടകളിൽ ആളുകൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഓരോ സാധനം ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ ആളുകൾക്ക് കിട്ടാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും നോക്കാം. അങ്ങനെയല്ലേ വേണ്ടത്, അതല്ലേ വേണ്ടത്. ബാക്കിയുള്ള സ്ഥലത്തും കിട്ടണ അതേ സാധനങ്ങൾ ഇപ്പോൾ കൊടുക്കാൻ നമ്മൾ വേണ്ടല്ലോ അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഈ കൂട്ടില്ലേ, കൂട്ട് വെന്തു. അപ്പോൾ നമ്മളിലേക്ക് നമ്മുടെ ചിക്കൻ അളവ് കുറഞ്ഞോട്ടാ അത് ചേർക്കാണ്. ഇളക്ക്.
കോഴിമുട്ടയാണ് ചേർക്കണേ വെച്ചാൽ ഈ സമയത്ത് കോഴിമുട്ട കുത്തി പൊരിച്ചത് ഇതിലിട്ട് കൊടുക്കാം. ഇതിളക്കി ഒരു ലെവലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഉടച്ചതില്ലേ അത് ചേർക്കണം കേട്ടോ. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ലാസ്റ്റാണ് ഇതിൽ കുരുമുളക് പൊടി പിന്നെ മസാലപ്പൊടി ചേർക്കാം കേട്ടോ. എല്ലാം കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഇതിലാണ്ട് കുത്തിപ്പൊടിക്കുക. അങ്ങനെ ഇത് മിക്സായി ഇനി നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. അത്രയും ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. ഇനി കുറച്ച് മസാലപ്പൊടി, ഗരം മസാലപ്പൊടി ഒരു സ്വല്പം ചേർക്കും. അതോടുകൂടി നമ്മൾ തീ ഓഫ് ചെയ്യും. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മസാലപ്പൊടി ചേർക്കും. കോഴിമുട്ടയാണെങ്കിൽ അധികം മസാല ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അയ്യോ, മല്ലിയിലും പുതിനയിലും പൊടിച്ചിട്ട് വരായിരുന്നു. മല്ലിയിലും പുതിനയിലും അല്ല, ഇതിൻ്റെ ഇടയിൽ ഇതിലേക്ക് മല്ലിയിലും പുതിനയിലൊക്കെ ചേർക്കട്ടെ നിങ്ങൾക്ക്. കാരണം നമ്മുടെ കൂട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 5 പല കളറുകളില്ലേ, അപ്പം ആ പച്ചയും കൂടി വരുമ്പോൾ അടിപൊളി കൂട്ടായി. ജഗ് ചോദിക്കാതിൽ ചിക്കൻ എടുക്കാൻ വന്നതാ, പക്ഷേ കാരണം നമ്മളിതിൻ്റെ തീ ഓഫ് ചെയ്യാണ്. ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. അടിപൊളി കൂട്ടാണ് ഇതാക്കി വേണ്ടത്. അടിപൊളി കൂട്ട്. തീ ഓഫ് ചെയ്തു. നമ്മുടെ ഈ കൂട്ട് റെഡി ആയി കഴിഞ്ഞു. ഈ സൈഡിൽ ചപ്പാത്തി പരത്താൻ പോകണം കേട്ടോ. ചപ്പാത്തി പരത്തുമ്പോൾ തന്നെ നമ്മൾ ഈ ചപ്പാത്തിയുടെ മറ്റേ തട്ടില്ലേ, ചപ്പാത്തിൻ്റെ ദോശക്കല്ല്, ആ സാധനം വേവിക്കാൻ പോകണം. ആ സാധനം വേവിക്കാൻ. ഒരു ചപ്പാത്തി പരത്തി അതിനങ്ങിരുന്നു, അടുത്ത് പരത്തുന്നു. നമ്മൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കി ഓരോ സ്ഥലത്ത് കയ്യിൽ പിടിച്ചിരിക്കണം. അപ്പോൾ ഇതിലേക്ക് അറിയാലോ, ഇതിലേക്ക് കൂട്ട് നമ്മുടെ ഈ കൂട്ട് ഇടുന്നു, ഇട്ട് പരത്തുന്നു. ഇനി മീതെ അടുത്ത ചപ്പാത്തി വയ്ക്കണം. എന്നിട്ട് വെറുതെ ഇങ്ങനെ ഒന്നിങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ സാധനത്തിനെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലാണ്ട് അവിടെ വയ്ക്കണം. അടുത്ത് വരത്താല്ലേ. ഇനി അടുത്തത് ഈ രീതിയിലാട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിലിട്ടിട്ട് ഇങ്ങനെ റോളാക്കിയിട്ട് നമ്മൾ മുറിച്ച് കടിച്ച് തിന്നും. ഏറ്റവും എളുപ്പം അതാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ 2 വശം വെന്തുണ്ടാവും. ഈ സാധനം ചിലപ്പോൾ ഇപ്പറായിട്ടുണ്ടാവും കേട്ടോ. നോക്കി നോക്കാം. ആയി വരണല്ലോ. ആയി വരണല്ലോ. അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഇപ്പുറത്തെ ഇതിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ. ഈ സാധനം ഇതിൽ ഈ അടുപ്പിലേ ഈ സ്റ്റവില് അധികം തീർത്തില്ലേ. പിന്നെ നല്ല കാറ്റുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ ഈ സാധനം റെഡി ആയിട്ടാ. ഇനി സാധാരണ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളത് ചപ്പാത്തിനെ അമർച്ചയിൽ പിടിച്ചു കഴിഞ്ഞാലേ ആള് പൊള്ളയ്ക്കും. കാരണം അങ്ങനെ പൊന്തി വരാണ്ട് ആള്. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കിയ സാധനം ഇതാണ്. ഒരെണ്ണം ഉള്ളില് മസാലയൊക്കെ കൂട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ആക്കിയിട്ടില്ല. അതിപ്പോൾ നമ്മളിവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണ. അപ്പോൾ ഞാൻ ഇതൊന്ന് മടക്കിയിട്ടുണ്ട്. ഇതൊന്ന് കടിക്കാൻ പോണ കേട്ടാ. ജഗ് മസാല കൂട്ടിപ്പാക്കി കഴിഞ്ഞാൽ ചൂടുണ്ടാവും. അത്ര ചൂടൊന്നുമില്ല.
ഉണ്ണീലി നല്ല രസമുണ്ട് ഇതിനെ. ചൂടാറി കഴിഞ്ഞാൽ ടേസ്റ്റ് ശരിക്കും അറിയാലോ. ചൂടാറി ടേസ്റ്റ് അറിയില്ലല്ലോ. നമ്മളെ പപ്സൊക്കെ പപ്സൊക്കെ വെളിച്ചെണ്ണയിൽ വറുത്ത് പോരും ചെയ്യാം. പപ്സല്ല എന്താ പറയാ, സമൂസ. സമൂസയുടെ മസാല കൂട്ടിൻ്റെ ഒരു മണമുണ്ട്. പക്ഷെ ഇത് ടേസ്റ്റാണ്. അങ്ങനെ പാചകം അവസാനിക്കുന്ന മുമ്പ് ആദ്യത്തെ രുചി പലര് കഴിഞ്ഞു. എന്ത് പച്ചക്കറി ഇതിലിട്ടാലും പിള്ളേർക്ക് അറിയില്ല. അപ്പൊ ആദ്യത്തെ റിസൾട്ട് കഴിഞ്ഞു. ഈ രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചപ്പാത്തിയുടെ അപ്പുറം ആക്കിയതാണ്. അതിലേക്ക് വേവിച്ച ചപ്പാത്തി അതിലേക്ക് ഇത് നമ്മുടെ ഈ മസാല കൂട്ട് ഇങ്ങനെ ഇടുക. കണ്ടോ? എന്നിട്ട് ഇത് ഇങ്ങോട്ട് ചുരുട്ട. കണ്ട, ഇതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. ഇത് പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. വേണ്ട, ഇതാണ് രസം. എളുപ്പം, തിന്നാനായിട്ട് എളുപ്പം. തിന്നാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളു പൊട്ടി വീഴുമെന്നുള്ള പേടി വേണം. ഇത് അടിയിൽ നമുക്ക് ഒന്ന് ലോക്കാക്കിയാൽ മതി. പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിന്നാം. നമ്മുടെ നമ്മളുണ്ടാക്കിയിട്ടുള്ള ഈ സാധനം കിടാങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുള്ളതിൻ്റെ തെളിവാണ്. ജഗ്ഗു ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് മാത്രം മതിയല്ലോ നമുക്ക്. അത് മാത്രം മതിയല്ലോ. സരിതിക്കും വളരെ ഇഷ്ടപ്പെട്ടു, എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വിനീതിന് ഇഷ്ടപ്പെടുന്നത് നമ്മൾ വിചാരിക്കണം. പിന്നെ അപ്പോൾ എന്താ പറയുക, ഞാൻ കഴിക്കുന്നത് കാണിച്ചില്ല നിനക്ക് ഇഷ്ടംപോലെ. അപ്പോൾ ചിക്കന് പകരം വേറെ എന്ത് വേണമെങ്കിലും ഇതിൽ ചേർക്കാം. ബീഫാണെങ്കിൽ ബീഫ് ചേർക്കാം, കോഴി ചിക്കൻ, മട്ടൻ എല്ലില്ലാണ്ട് ചേർത്തോളാം. കോഴിമുട്ട, പിന്നെ മറ്റേ സാധനങ്ങളല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം എന്ന് വിചാരിച്ചാൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.